ഞാൻ എവിടേക്കാ നോക്കിയടാ? വീട്ടിലെല്ലാം പോയി നോക്കി. എടാ എത്ര നേരം നിന്നെ ഇപ്പം കിടക്കുന്നത്? എനിക്കൊന്ന് വിളിച്ചാൽ ഫോൺ എടുത്തൂടെ? ഇപ്പം എനിക്കറിയാം അവാർഡ് പാടാ കളിക്കുന്നവേ. എനക്കിട്ട് ചിരി കാണുമ്പോഴാ ഇജു നീ നിർബന്ധിച്ചോണ്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരിപ്പോ പഴയ പോലെ ഒന്നുമല്ല, ആകെ മാറിപ്പോയി. എന്ത് മിണ്ടാതിരിക്കേ? ഇവരിപ്പോ നമ്മളൊന്നും വേണ്ടാലോ, മെസ്സേജും ഇല്ല കോളും ഇല്ല. ഇപ്പൊ നമ്മളെന്തിനാ എപ്പോ അങ്ങോട്ടേക്ക് പോകുന്നത്? പണ്ടൊക്കെ ഞാൻ എപ്പോഴെങ്കിലും നമ്മളെ ഇടയിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങളാരെയും കണ്ടിട്ടുണ്ട്? ഞാനില്ലാത്ത ഏതും പരിപാടി നമ്മളെ ഇടയിൽ ഉണ്ടായിട്ട? ഒരു ടൈമിൽ ഞാൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു. എടാ പക്ഷെ നീ പണ്ടത്തെ പോലെ അല്ലടാ, ഒരുപാട് മാറി. ഞാൻ മാറി നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഞാൻ മാറിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചു? അറ്റ്ലീസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഓന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് ഓനെയും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അങ്ങനല്ലടാ, വിളിക്കണം, സംസാരിക്കണം. കൂടുതലൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ആണോ എന്നെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഓ നീ വല്ല ഡിപ്രഷൻ അടിച്ചിരിക്കുവല്ലേ? അല്ല ഇപ്പൊ തൊട്ടേനും പിടിച്ചൊക്കെ ഡിപ്രഷൻ ആണല്ലോ. നീ എത്ര സിമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞേ? നീ പറഞ്ഞാൽ ശരിയാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എല്ലാവർക്കും ഡിപ്രഷനാണ്. പക്ഷെ ആ അവസ്ഥയിലൂടെ പോയ ഒരാൾക്കും ചെറുതായിട്ട് കാണാൻ പറ്റില്ല. വീട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ആരും അല്ല എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പിന്നെ പറയണം, നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ ആണല്ലോ. എടാ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചത്തുപോയാൽ പോലും ആർക്കൊന്നുമില്ല. എന്താടാ, എല്ലാവരും ഉണ്ട്. ഞാൻ ചിരിക്കുമ്പോഴും ചിരിപ്പിക്കുമ്പോഴും എല്ലാവർക്കും ഞാനുണ്ട്. പക്ഷെ ഞാനൊന്ന് മാറിയുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കേ? അത്രേ ഉള്ളൂ. നാളെ ഇതേ ഒരു അവസ്ഥയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അയാളെ കളിയാക്കാതെ അയാളോട് ചോദിക്കണം, പറ്റുമെങ്കിൽ ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അല്ലാതെ എടാ ചിലപ്പോൾ നിന്റെ ഒക്കെ വാക്കിനെ ആരെ രക്ഷിക്കാൻ പറ്റൂടാ. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോട്ടെ, നാളെ. എടാ നമ്മുടെ കാർത്തി അവൻ എങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ലടാ.